ആ പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഇൻഫ്ലുവൻസർ ഹെലൻ ഓഫ് സ്പാട്ട എന്ന ധന്യ ഹർഷിദിനെതിരെ കേസെടുത്ത് പോലീസ്. ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിലാണ് കേസ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിൽ വകുപ്പുകൾ ചുമത്തിയുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നാണല്ലോ വിവരം. 6 വകുപ്പുകളാണ് ഹെലൻ ഓഫ് സ്പാട്ടയ്ക്കെതിരെ. ധന്യ ഹർഷിദ് എന്നാണ് അവരുടെ പേര്. അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഹെലൻ ഓഫ് സ്പാട്ട. എന്തായാലും 6 വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങിന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. BNS IT ആക്ട്, കേരള പോലീസ് ആക്ട്, ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നീ വകുപ്പുകൾ അടക്കം ഇതിൽ ഉണ്ട്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് പരിഹസിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ട്രാൻസ്ജെൻഡറായ ദീപ്തി കല്യാണിക്കെതിരെ ഇത്തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് കേസുള്ളത്. വടി കൊടുത്ത് അടി മേടിച്ചിട്ട് നിനക്ക് ഉറക്കം വരില്ലല്ലേ? കഴിഞ്ഞ ദിവസമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ദീപ്തി കല്യാണിയെയും അവരുടെ സുഹൃത്തുക്കളെയും ട്രാൻസ്ജെൻഡറായ സുഹൃത്തുക്കളെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? എന്തായാലും ഈ വിഷയത്തിൽ അവർ കഴിഞ്ഞ ദിവസം ആണ് ഒരു പരാതി ദീപ്തി കല്യാണി സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ACPക്കും അടക്കം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്താ ഉറക്കം വരുന്നു. തുടർ നടപടികൾ, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് തൃശൂർ സിറ്റി പോലീസ് അറിയിക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.